ഗവൺമെൻറ് എടുക്കുന്ന എല്ലാതരം നടപടികളെയും മനസ്സിലാക്കി പ്രതിരോധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉദാഹരണത്തിന് ഇൻ്റർനെറ്റ് ഇല്ലാതെ വന്നാൽ അതോടുകൂടി സോഷ്യൽ മീഡിയ ഇല്ലാതാകുമോ? സോഷ്യൽ മീഡിയ അതോടുകൂടി ഇല്ലാതാവില്ല എന്ന് ഈ സമരം തെളിയിച്ചു. കാരണം ഈ കുട്ടികൾക്ക് എങ്ങനെയാണ് ബ്ലൂടൂത്ത് ഉപയോഗിക്കേണ്ടത് എന്നത് അറിയാന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അതറിയുന്നതുകൊണ്ടാണല്ലോ അവർക്ക് ആ ബ്ലൂടൂത്ത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സാധ്യമാകുന്നത്. സാങ്കേതികവിദ്യയെ ഫലപ്രദമായി അവർ ഉപയോഗിച്ചിട്ടുണ്ട്. 2, സാഹചര്യത്തെ കൃത്യമായി പഠിക്കാൻ അവർ തയ്യാറായിട്ടുണ്ട്. അല്ലാതെ അവർ പ്രക്ഷോഭം നടത്തുക മാത്രമല്ല, ഈ പ്രക്ഷോഭം എന്ന് പറയുന്നതിനെ എങ്ങനെയൊക്കെ അടിച്ചമർത്തും ഗവൺമെൻറ് എന്നത് സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള പരിശോധനയ്ക്ക് അവർ തയ്യാറായിട്ടുണ്ട്. അതിനൊക്കെ പറ്റുന്ന രൂപത്തിൽ പ്രതിരോധം ഉണ്ടാക്കാനും അവർ ശ്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ അവിടെ പങ്കെടുത്ത എല്ലാ സമര വളണ്ടിയറും മീഡിയ ആയിട്ട് മാറി എന്നുള്ളതാണ്. ഇപ്പം യഥാർത്ഥത്തിൽ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ജനങ്ങൾ എല്ലാവരും കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ ഒരു സംശയമില്ല, ഒരു ഭരണകൂടത്തിനും അടിച്ചമർത്താൻ പറ്റില്ല. ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ വന്ന എല്ലാ സമര വളണ്ടിയറും യഥാർത്ഥത്തിൽ മീഡിയ ആണ്. ഇപ്പം ഈ പറയുന്ന പോലെ നാഷണൽ മീഡിയ പലപ്പോഴും സർക്കാരിന് അനുകൂലമായിട്ടുള്ള നിലപാടാണല്ലോ സ്വീകരിക്കുന്നത്. അങ്ങനെ നിലപാട് സ്വീകരിക്കുമ്പോൾ അവർ എടുക്കുന്ന നിലപാട് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇവർ സോഷ്യൽ മീഡിയയിൽ റെക്കോർഡ് ചെയ്യുകയാണല്ലോ. ഇപ്പോൾ ഒരു മാധ്യമം അവിടെ വന്നിട്ട് ഒരു കുട്ടിയോട് ചോദിക്കുകയാണല്ലോ, എന്താ CBSEയുടെ ഫുൾ ഫോം എന്താണ്? അപ്പോൾ CBSEയുടെ ഫുൾ ഫോം പറയുക മാത്രമല്ല, നീറ്റിൻ്റെ ഫുൾ ഫോം കൂടി ഞാൻ പറഞ്ഞുതരാം, ബാക്കി കുറേ വാക്കിൻ്റെ ഫുൾ ഫോം കൂടി ഞാൻ പറഞ്ഞുതരാം എന്ന് കുട്ടി പറയുകയും, എന്തിനാണ് ഈ ഫുൾ ഫോം ചോദിക്കുന്നതെന്ന് എനിക്കറിയാം, കാരണം ഈ സമരത്തിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് ഈ ഫുൾ ഫോം പോലും അറിയാത്തവരാണെന്ന് പറയാൻ വേണ്ടി നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നതാണ്. അത് നിങ്ങളവിടെ കാണിക്കില്ല, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ ഷൂട്ട് ചെയ്ത് കാണിക്കുകയാണ് എന്നാണ് അത് കുട്ടികൾ പറയുന്നത്. പോലീസ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ യൂണിഫോം ഇല്ലാത്ത പോലീസ്, നെയിം പ്ലേറ്റ് ഇല്ലാത്ത പോലീസ് തുടങ്ങിയതൊക്കെ ജനങ്ങൾ കാണുന്നത് മീഡിയ തന്നിട്ടല്ല. അങ്ങനെ വരുന്ന ഓരോ ഘട്ടത്തിലും അവരൊക്കെ കുട്ടികൾ അവരുടെ മൊബൈൽ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുകയാണ്. അതത് സമയം തന്നെ അവർ ഈ പറയുന്ന ഇൻ്റർനെറ്റിന് സാധ്യത പോലും ചിലപ്പോൾ ഇല്ലാതാവുമ്പോൾ അതും കൂടി ഉപയോഗിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യാണ്, പുറത്തെത്തിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു എങ്ങനെയൊക്കെ സമരം ചെയ്യണം എന്നത് സംബന്ധിച്ചിട്ടുള്ള വലിയ പാഠങ്ങൾ ഈ സമരം തന്നിട്ടുണ്ട്. ഇന്ത്യയിൽ മറ്റ് തൊഴിലാളി വിഭാഗങ്ങൾക്കും അതുപോലെ തന്നെ സമൂഹങ്ങൾക്കൊക്കെ സമരം ചെയ്യാനുള്ള മാർഗം എന്താണ് എന്ന് കാണിച്ചു കൂടി ചെയ്തിട്ടുള്ള സമരമാണ്. ഒരു ഘടകം കൂടിയുണ്ട്, സമരം ഒന്നും ഇങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത്, ആധുനിക കാലത്തെ സമരം ഇതൊന്നും അല്ല എന്ന് നമ്മളെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ യഥാർത്ഥത്തിൽ സ്ട്രീറ്റിലല്ല നിങ്ങൾ സമരം ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. നിങ്ങൾ സമരം ചെയ്യേണ്ടത് സോഷ്യൽ മീഡിയ സമരം ചെയ്യാൻ സ്ട്രീറ്റിലല്ല, നിങ്ങൾ കുറച്ചു നേരം കൂടി പണിയെടുത്തിട്ടാണ് സമരം ചെയ്യേണ്ടതെന്ന് തൊഴിലാളികളോട് ഉപദേശിക്കുന്ന ആളുകളുണ്ട്. അതല്ല, സമരം എന്ന് പറയുന്നത് ഫിസിക്കലായി സ്ട്രീറ്റിൽ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ സ്ട്രീറ്റിൽ സമരം ചെയ്യുന്നതിന് പുതിയ രീതികളുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ സമരത്തിൽ നടന്നിട്ടുള്ളത്. ഒന്ന്, കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഇന്ത്യയിലുണ്ടാകുന്ന സാംസ്കാരിക ഇടപെടലുകളും ഇതിനകത്തൊരു ഘടകമാണ്. നമ്മളിപ്പോൾ മുഖ്യധാര സിനിമകൾ പോലും ഇത്തരം പ്രക്ഷോഭങ്ങളിൽ ഘടകമായിട്ടുണ്ട്. ഇപ്പോൾ ഭയം എന്ന് പറയുന്നത് ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും തടസ്സമല്ല എന്ന് യഥാർത്ഥത്തിൽ ആദ്യം പറയുന്ന ഈ സമരമല്ല. ഏറ്റവും ജനപ്രിയമായിട്ടുള്ള സിനിമ പോലും ആ സൂചന നൽകിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൻ്റെ പ്രതിരോധമാണ് യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ നമുക്ക് അതിനെ ഒറ്റ വാക്ക് പറഞ്ഞ വൈബാണ് ഈ സമരത്തിലൂടെ രാജ്യത്ത് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 12 വർഷത്തെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ചാൽ കാണുന്നൊരു ഘടകം സോഷ്യൽ മീഡിയയിൽ ഇവർ നടത്തുന്ന ഇടപെടലാണ്. ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ മോഡിയുടെ വിജയത്തിൻ്റെ പിന്നിൽ, 2024 തെരഞ്ഞെടുപ്പിലെ മോഡിയുടെ വിജയത്തിന് പിന്നിൽ ഏറ്റവും പ്രധാനമായി പ്രവർത്തിച്ചത് വാട്സപ്പ് ഗ്രൂപ്പുകളാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആ നിലയിൽ വലിയൊരു നെറ്റ്വർക്ക് BJP അല്ലെങ്കിൽ NDA രാജ്യത്തുണ്ടാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഫോൺ ഫാമിംഗ് അടക്കം നടത്തിയിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ യഥാർത്ഥത്തിൽ ജൈവമായിട്ടുള്ള ഫോൺ മാത്രമല്ല, ഇപ്പോൾ ഒരാളെ കയ്യിലിരിക്കുന്ന ഫോൺ മാത്രമല്ല, ആയിരക്കണക്കിന് ഫോണുകൾ ഒരുമിച്ച് വാങ്ങി ഒരുമിച്ച് ഒരു സ്ഥലത്ത് വെച്ച് അതിലൊക്കെ ലൈക്കും കമൻറ്റും ഇട്ട് സോഷ്യൽ മീഡിയയിൽ ഹൈപ്പ് ഉണ്ടാക്കി ഇതാണ് ഒപ്പീനിയൻ എന്ന രൂപത്തിലേക്ക് ഡെവലപ്പ് ചെയ്ത് സോഷ്യൽ മീഡിയയെ യഥാർത്ഥത്തിൽ ഹൈജാക്ക് ചെയ്യുകയാണ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അതോടൊപ്പം തന്നെ ഈ പറയുന്ന കണ്ടന്റ് ക്രിയേറ്റർമാർ, ഇൻഫ്ലുവൻസർമാർ തുടങ്ങിയിട്ടുള്ള വിവിധ ആളുകളെ സ്വാധീനിക്കുക, അവർക്ക് ആവശ്യമായ ഫണ്ട് എത്തിക്കുക, അവരെ ഈ സർക്കാരിന് അനുകൂലമായിട്ടുള്ള കണ്ടന്റുകൾ മാത്രം ഡെവലപ്പ് ചെയ്യുക, പ്രൊഫൈലുകൾ തന്നെ അങ്ങനെ തന്നെ വിലയ്ക്ക് വാങ്ങുക, അതേ പ്രൊഫൈലിലുള്ള മെസ്സേജുകളുടെ ടോണിൽ പുതിയ മെസ്സേജുകൾ ഗവൺമെൻറ്റിന് അനുകൂലമായിട്ട് എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക തുടങ്ങി യഥാർത്ഥത്തിൽ ഒരു സാമൂഹ്യ മാധ്യമത്തിൽ അൺഎത്തിക്കലായി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു പോരുന്ന ഒരു രീതിയാണ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ മുഴുവൻ ശക്തമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ സമരത്തിൻ്റെ അടുത്ത പ്രത്യേകത. ഇപ്പം കേരളത്തിൽ നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ പലരും അവർക്ക് വായി തോന്നുന്നത് മുഴുവൻ പറയുന്ന അവസ്ഥയുണ്ടായി. മേജർ രവി, മോഹൻലാൽ, വിസ്മയ മോഹൻലാലിനെ അടക്കം അവരുടെ പേരൻ്റാണെന്നുള്ള നിലയ്ക്കുള്ള ഇടപെടലാണല്ലോ. അവർക്കൊന്നും അറിയില്ല, അവർക്ക് ഈ പറഞ്ഞ രാഷ്ട്രീയമൊന്നുമില്ല എന്ന് പറയും. ഇപ്പുറത്ത് TG മോഹൻദാസ് ഞാനായിരുന്നെങ്കിൽ വെടിവെച്ച് കൊല്ലുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെ പല രൂപത്തിലുള്ള ഇടപെടലുകൾ. ഇപ്പോൾ പേളിമാണിയുടെ കമൻറ്റ്, ഈ നിങ്ങൾ എന്താ പറയുക, ജീവൻ വേണമെങ്കിൽ വീട്ടിൽ തിരിച്ചു പോയിക്കോ എന്ന് സൂചിപ്പിക്കുന്ന രൂപത്തിലുള്ള കമൻറ്റുകൾ. പക്ഷേ ഇത്തരത്തിൽ ഓരോന്നും വരുമ്പോൾ അതിനോട് ഉണ്ടായിട്ടുള്ള പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് ഈ സമരത്തിൽ ഉപയോഗിക്കപ്പെടുകയാണ്. ഇതൊരു വളരെ എങ്ങനെയാണ് സാമൂഹ്യ മാധ്യമത്തിൽ ഇടപെടുന്നത്? ഇതൊരു സാമൂഹ്യ മാധ്യമത്തിനുള്ളൊരു ഗുണം, സാമൂഹ്യ മാധ്യമം ഒരു വശത്ത് വലിയ ജനാധിപത്യപരമായിട്ടുള്ളൊരു മാധ്യമമാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ റേഡിയോ ആയാലും പത്രമായാലും മറ്റ് മീഡിയ പൊതുമാധ്യമങ്ങളൊക്കെ ആയാലും ആ മാധ്യമങ്ങളൊക്കെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജനത്തിനോട് അങ്ങോട്ട് പറയാനും മാത്രമേ ആവൂ. പക്ഷേ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തിരിച്ചു പറയാനും കൂടി ഒരു സ്പേസ് അവിടെയുണ്ട്. പക്ഷേ ആ സ്പേസിനെ ഫലപ്രദമായി മൊബിലൈസ് ചെയ്ത് പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നൊരു പണിയാണ് ഈ പറയുന്ന IT സെല്ലുകൾ നിർവഹിക്കുന്നത്. അപ്പം എനിക്ക് സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഒരു കമൻറ്റ് ഇടാനുള്ള എൻ്റെ അധികാരത്തെ ഞാൻ മറ്റൊരു കമ്മിറ്റിക്ക് വിൽക്കുകയാണ്. അപ്പോൾ അവരെ കയ്യിൽ കുറച്ച് പൈസ വാങ്ങി ഞാൻ എൻ്റെ അധികാരം അവർക്ക് കൊടുക്കുന്നു. ഇങ്ങനെ നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെ അധികാരം പണം കൊടുത്ത് വാങ്ങി അത് ഉപയോഗിച്ച് ആ ആളുകളുടെ മുഴുവൻ അഭിപ്രായം ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം മാറ്റുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ആ അവസ്ഥയെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് ചെയ്യാൻ കഴിയുക മുഴുവൻ ആളുകളും പ്രതികരിച്ചുകൊണ്ടായി പറ്റൂ. ഇത്തരത്തിലുള്ള വളരെ വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന പ്രൊഫൈലുകൾക്ക് പുറത്തും പ്രൊഫൈലുകളുണ്ടല്ലോ, സാമൂഹ്യ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കാത്ത പ്രൊഫൈലുകളുണ്ടല്ലോ, ചിലപ്പോൾ ഒരു കമൻറ്റ് പോലും ഒരു ലൈക്ക് പോലും ചെയ്യാത്ത പ്രൊഫൈലുകളും നാട്ടിലുണ്ടല്ലോ. പക്ഷേ ഇന്നലെ വരെ ഒരു ലൈക്ക് പോലും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു കമൻറ്റ് പോലും ഇട്ടിട്ടില്ലെങ്കിൽ പോലും അവർ ഒരാളെ ഫോളോ ചെയ്യുന്നത്, ഒരു അൺസബ്സ്ക്രൈബ് ചെയ്താൽ അതൊരു പൊളിറ്റിക്കൽ വെപ്പണാകുകയാണ്. ഇപ്പം ഐസക്കൊക്കെ പറയാറുണ്ട്, പണ്ടൊക്കെ നമ്മൾ തെരുവിൽ ഇൻക്ലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞ മുദ്രാവാക്യം വിളിക്കുന്നത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു ലൈക്കും കമൻറ്റും ഇടുക എന്ന് പറയുന്നത്. ആ മുദ്രാവാക്യം വിളി എന്ന് പറയുന്നതിന് കൃത്യമായ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. ഇത് നിലനിർത്തി പോകുക വളരെ എളുപ്പമൊന്നുമല്ല. കാരണം ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ നിലയ്ക്കുള്ള ഒരു വലിയ മൂവ്മെന്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിലും ഈ മൂവ്മെന്റ് ഉണ്ടായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിലാണ്. ഈ സാഹചര്യത്തെ കൂടുതൽ പൊളിറ്റിസൈസ് ചെയ്ത് ഇതിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് നിരന്തരമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഈ ഒരു എന്താ പറയുക പ്രക്ഷോഭാന്തരീക്ഷത്തും ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ നിലനിർത്തി കൊണ്ടുപോയാൽ മാത്രമേ യഥാർത്ഥത്തിൽ ഇതിന് തുടർച്ചയുണ്ടാവും. ഇപ്പം സമരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒത്തുതീർപ്പ് ഒന്ന്, ഈ സമരത്തിൽ പങ്കെടുത്തു എന്നതിൻ്റെ ഭാഗമായിട്ട് ആളുകളുടെ പേരിൽ ഉണ്ടാകുന്ന കേസ്, അതുപോലെ തന്നെ അറസ്റ്റുകൾ ഒക്കെ ഒഴിവാക്കുന്നതാണ്. പക്ഷെ നമ്മൾ കേരളത്തിൽ നിന്നുകൊണ്ട് കാണുമ്പോൾ 5000-ലേറെ ആളുകളുടെ പേരിൽ കേസെടുത്തിരിക്കുകയാണ്. ഈ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എറണാകുളത്ത് ഒരു പരിപാടി നടത്തിയ വേടൻ്റെ മാനേജരും അതുപോലെ തന്നെ അവിടെ പങ്കെടുത്ത 100-100ഓളം പേര്, അലോഷി അടക്കമുള്ള ആളുകൾ പങ്കെടുത്ത, അവർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഇന്നലെ കണ്ണൂർ ഒരു യുവാവിനെ ഇതിനകത്ത് പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു എന്ന കാരണം പറഞ്ഞുകൊണ്ട് അവിടെ ജലപീരങ്കി അടിക്കുമ്പോൾ അതിനെ പ്രതിരോധിച്ചു. അത് എന്താ പറയുക, പൊതു മുതൽ നശിപ്പിക്കലാണെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്ത്, ശനിയാഴ്ച അറസ്റ്റ് ചെയ്ത് ഞായറാഴ്ച ജാമ്യം കിട്ടാത്ത രൂപത്തിലേക്ക് കൊണ്ടുപോയി. കോടതി തിങ്കളാഴ്ച ഒരു ദിവസം അവർ കസ്റ്റഡി വെച്ചിട്ടാണ് വിട്ടയക്കുന്നത്. മറ്റേതെങ്കിലും രൂപത്തിലുള്ള പൊതുമുതൽ നശിപ്പിച്ചിട്ടില്ല. അപ്പം ഇങ്ങനെ ഒരുപക്ഷെ രാജാവിനേക്കാളും വലിയ രാജഭക്തി എന്ന രൂപത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നയം ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയും കൂടിയുണ്ട്. ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയാണ് ഈ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്, ഈ ഗവൺമെൻറ്റിൻ്റെ സമീപനം ഇക്കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഇടപെടൽ യുവാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക.
രാഷ്ട്രീയമായി ഈ കാര്യങ്ങളെ ബോധ്യപ്പെടുകയും ഒരു താൽക്കാലികമായ സ്പോണ്ടേനിയസ് ആക്ഷൻ അപ്പുറത്തേക്ക് സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷനായിട്ട് ഇതിനെ മാറ്റി തീർക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം പലപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നം ഇത്തരം ചില ആക്ഷൻസ് നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു എന്താ പറയുക സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന ഒരു ആക്ഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് അങ്ങ് തീർന്നു പോകും. അത് തീർന്നു പോകാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അത് തീരാൻ കഴിയുന്ന സാഹചര്യം അല്ല രാജ്യത്ത് നിലനിൽക്കുന്നത്. അതിന് തുടർച്ചയുണ്ടാവേണ്ടതുണ്ട് എന്ന് ഈ പ്രക്ഷോഭകാരികൾക്ക് തന്നെ ബോധ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇപ്പം കേസെടുക്കില്ല എന്ന് പറഞ്ഞാലും രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളും ഈ രൂപത്തിൽ കേസെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ബീഹാറിലും ഇതുപോലെ വലിയ രൂപത്തിലുള്ള അറസ്റ്റ് നടക്കുകയാണ്. യു.പിയിൽ അറസ്റ്റ് നടക്കുകയാണ്. യു.പിയിൽ ഇവിടെ ഈ പറയുന്ന സമരത്തിനെ സഹായിക്കാൻ വന്ന അവിടെ ഭക്ഷണം പാചകം ചെയ്യാൻ സഹായിച്ച ആളുടെ വീട്ടിൽ റെയ്ഡ് ചെയ്ത് അവരുടെ സഹോദരത്തിനെയും അച്ഛനെയും അടക്കം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ വളരെ ഭീതിതമായൊരു സാഹചര്യം ഇന്ത്യയിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു രാഷ്ട്രീയ മാനം ആ നിലയ്ക്ക് തിരിച്ചറിയുകയും പ്രക്ഷോഭം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനമായി മാറുകയും ചെയ്യുക എന്നതാണ് പ്രധാനപ്പെട്ടത്. അത് നടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.